നമുക്ക് ഓരോ യാത്രയിൽ ഓരോ തരത്തിലാണല്ലോ പണി കിട്ടുന്നത്. ഇതിൻ്റെ പാർട്സ് കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഇതിൻ്റെ പണി ഇവിടുത്തെ ആളുകൾ വല്ലാതെ എടുക്കുകയില്ല. ഇവിടെ തട്ടിയിട്ട് ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുള്ളത് പൂനെയിലാണ്. പൂനെയിലെന്ന് പറഞ്ഞാൽ പൂനെയിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഹൈവേയിൽ നേരെ പോയി കഴിഞ്ഞാൽ പൂനെയിലേക്ക് ഒരു 20 കിലോമീറ്റർ മാത്രം അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ ഈ പൂനെ ടൗണിലേക്ക് പോവാതെ കണ്ട പൂനെയാണ് ഈ കാണുന്നത്. ഇവിടേക്ക് പോവാതെ ഇതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞൊരു വഴിയുണ്ട്. ഈ കറങ്ങി തിരിഞ്ഞ് പോകുന്ന വഴി നമ്മൾക്ക് കിലോമീറ്റർ ജാസ്തിയാണത്. പക്ഷേ എങ്കിൽ നമ്മൾക്ക് ഇന്നലെയും ഇന്നുമായിട്ടൊന്നും വില്ലേജ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾക്ക് കാര്യമായിട്ട് ഇല്ലെങ്കിൽ കയറാൻ വേണ്ടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ അതിൽ പോയിട്ട് പൂനെ ടൗൺ ടച്ച് ചെയ്യാതെ ഞങ്ങൾ നേരെ എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ലോണാവാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്തൊക്കെ കാണാനുള്ളത് ചോദിച്ചാൽ അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അവിടെ പോയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്തരത്തിൽ പൂനെ ടൗൺ ഒഴിവാക്കിയിട്ട് കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത്. പൂനെ ടൗൺ ഒഴിവാക്കുന്നതിൽ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ടൗണിൽ ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പൂനെ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ പോലീസുകാരുടെ പ്രശ്നം, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള പ്രോബ്ലങ്ങളുണ്ട്. പിന്നെയുള്ളൊരു സുഖം ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് വില്ലേജ് ആ വഴിക്ക് പോകുമ്പോൾ വില്ലേജൊക്കെ കിട്ടാനും അതുപോലെ തന്നെ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകൾ കിട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കാണാത്ത വ്യത്യസ്തമായ വല്ല കൃഷി രീതിയൊക്കെ ഉണ്ടെങ്കിൽ, കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണണം എന്ന് എഴുതിയാണ് ആ റൂട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ ഇന്നലെ ധാബയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുക്കിങ് കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ചെയ്യണം. അപ്പോൾ കുക്കിങ് കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു റൂട്ടിലേക്ക് കയറിയിട്ടാണ്. ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആ റൂട്ടിലേക്ക് കയറും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തിരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിയും. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് പോവേണ്ടത്. പൂനെയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഓട്ടോറിക്ഷയൊക്കെ കൊണ്ട് പോരുമ്പോൾ ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ മുംബൈയിലോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ തന്നെ ഈ റോഡാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഈ റോഡ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇവിടെ തന്നെ വല്ല ഫോറസ്റ്റ് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. വല്ല ഹിൽ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ റോഡ് തിരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റോഡിലൂടെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഇതൊരു ദേവൂർ റോഡ് എന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. ഏതായാലും പോയി നോക്കാം. അത് ഹൈവേ അല്ല, ഇത് സാധാരണ നമ്മുടെ ഒരു മെയിൻ റോഡാണ്. പൂനെയുടെ ബാക്ക് സൈഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂനെയിലെ അമ്പലച്ചുംബികളാണ്, വലിയ വലിയ ഫ്ലാറ്റുകൾ. 2 സൈഡുണ്ട്. ഈ സൈഡിലുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടാണ് ടൗണിൽ കൂടെ അല്ലല്ലോ. ഞാൻ കരുതിയത് ഇതിലോ അല്ലാതെ വണ്ടികൾ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അധികം വാഹനങ്ങൾ ടൗൺ ഒഴിവാക്കിയിട്ട്, തിരക്ക് ഒഴിവാക്കിയിട്ട് ഇതുവഴിയാണ് പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. ലോറികളും അതുപോലെ തന്നെ കാറും എല്ലാ വാഹനങ്ങളും ഇതുവഴി പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പോലെ അപ്പുറത്ത് പൂനെ സിറ്റിയാണ്. കുറേ ദൂരം പോന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട് ഏരിയ തണലെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്കൊരു നിൽക്കാൻ പറ്റിയ സ്പേസ് കിട്ടിയത് വേണ്ട. ഈ ഒരു ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയൊരു തണലിൽ ഇവിടെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് കഞ്ഞിയാണ്. കഞ്ഞിയും ചായ കുടിച്ചില്ല. ഇന്നത്തെ കുക്കിംഗ് ഉൾപ്പെടുത്തുന്നില്ല. അവിടെ കണ്ട ബിൽഡിങ്ങൊക്കെ ആ റൂട്ടിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പൂനെ സിറ്റിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. പക്ഷെ നമ്മൾ പോകുന്നില്ല പൂനെ സിറ്റിയിലേക്ക്. അതിലൊക്കെ ഭയങ്കര ബ്ലോക്ക്. ഇവിടെ തന്നെ ഈ റോഡ് തന്നെ ബ്ലോക്കാണ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് എന്തായിരിക്കും. അവിടെ നിന്നൊക്കെ പേർന്നിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ സിറ്റിയിലേക്ക് പോകുന്നില്ല. പക്ഷേങ്കിൽ അവിടെ നിന്ന് ഹൈവേ ഒഴിവാക്കി, പരമാവധി ഹൈവേകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ ഒഴിവാക്കിയാലേ കാര്യങ്ങളുള്ളൂ. വണ്ടി റണ്ണിങ്ങിലോട്ട് സ്റ്റോപ്പായി. വണ്ടി റണ്ണിങ്ങിൽ സ്റ്റോപ്പായി എന്ന് പറഞ്ഞാൽ എന്താ അറിയാൻ പറ്റണില്ല. വണ്ടി റണ്ണിങ്ങിൽ സ്റ്റോപ്പായി. 2 പ്രാവശ്യം ഇതേപോലെ റണ്ണിങ്ങിൽ സ്റ്റോപ്പായി.
ഇവിടെ കണ്ടോ ഓയിലൊക്കെ ചാടി കിടക്കുന്നത്. അത് ഈ ഒരു ഓവർഫ്ലോൻ്റെ പൈപ്പാണത്. ഓവർഫ്ലോൻ്റെ പൈപ്പ് ഇടുന്ന് വരുന്ന ഓവർഫ്ലോൻ്റെ പൈപ്പാണ്. അതിന് ഓയിൽ ലീക്ക് ചാടി കിടക്കുവാണത്. അപ്പോൾ ഞാൻ എയർ കുടുങ്ങിയത് ഇന്നലെ സംഭവം ഉണ്ടായി. ഇന്നലെ അതായത് വണ്ടിയിൽ ഡീസൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന ഡീസൽ ഒഴിച്ചേക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡീസൽ എയർ കുടുങ്ങിയ പ്രശ്നമാകുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ ഒരു പറഞ്ഞു എയർ കുടുങ്ങിയ പ്രശ്നമാണത്. അത് സ്റ്റാർട്ടായി എനിക്ക് കുറച്ച് ഇന്ന് സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ വീണ്ടും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ വീണ്ടും ഓഫാവും. അങ്ങനെ ഓണാവും ഓഫാവും. അപ്പോൾ എന്താ വെച്ചാൽ ഓല് പറഞ്ഞു തന്നത് ഓലൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കണം. പെട്ടുപോയ അവസ്ഥയാണെന്ന് കരുതി ഞാൻ എന്തോ അറിയില്ല, പെട്ടുപോകാവോ എന്തോ. അതായത് ഈ ഡീസൽ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് ഇതിൻ്റെ കണക്ഷൻ ഇവിടുന്ന് വേറെടുക്കണം. ഇതൊന്ന് ഇട്ടെന്ന് തരണം. അപ്പോൾ ഇതിൽ വേറെടുത്തിട്ട് ഇതിന് ഡീസൽ വലിച്ചെടുക്കണം. അതിന് ഡീസൽ വലിച്ചെടുത്ത് കുപ്പിയിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ അതിലെ എയർ പുറത്തേക്ക് ചാടും എന്നാണ് അവർ പറഞ്ഞത്. കുപ്പി എടുക്കുക. അവരുപ്പി മതി. നമ്മളുപ്പി ഇപ്പോൾ ഉപയോഗിക്കണ കുപ്പി എടുക്കണ്ട. ഇത് നേരത്തെ കുപ്പി എടുത്തില്ലേ, നമ്മൾ ഉപയോഗിക്കണ കുപ്പിയല്ലേ. നീ ഈ കുപ്പി എടുക്കാം. അതായത് എന്താ കാട്ടുന്നത് വെച്ചാൽ ഇതുമ്പോൾ ക്ലിയർ ആകുമോ എന്തോ അറിയില്ല. ചിലപ്പോൾ റെഡി ആവും, ചിലപ്പോൾ റെഡി ആവില്ല. ഈ പൈപ്പ് ഞാനിങ്ങനെ ഊരിയിട്ടുണ്ട്. ഇനി ഇത് അവനോട് പറഞ്ഞത് ഇത് വലിക്കാനാണ്. അതായത് ഇതിങ്ങനെ വലിക്കണം. എണ്ണ വരുന്നുണ്ട്. എണ്ണ നല്ല രീതിയിൽ വരുന്നുണ്ട്. കണ്ടാ, എണ്ണ അവിടെ നിന്ന് നല്ല രീതിയിൽ വരുന്നുണ്ട്. എയർ കുടുങ്ങിയ പ്രശ്നമാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു തടവ് വരും. അപ്പോൾ കുറച്ച് ഒരു ലിറ്റർ നമുക്ക് എടുക്കാം. 1 ലിറ്റർ എടുത്തിട്ട് നോക്കാം. ചുണ്ടുമലൊക്കെ ആകെ ആയിട്ട് ഡീസലിന് ഒരു വെള്ളം കുപ്പി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു കാര്യമാണ്. ഏത് ട്രിപ്പ് പോയാലും ഒരു പ്രതിസന്ധി ഞങ്ങൾക്കുണ്ടാവും. എന്തൊക്കെയാണ് കാരണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. വണ്ടി ഇങ്ങനെ നിൽക്കുമല്ലേ, ഈ ഒരു ഓയിലേക്ക് കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് നല്ല രീതിയിൽ പേടിച്ചു. ഇപ്പോൾ ഒരു കുറച്ച് എണ്ണ, ഒരു 10 റുപ്യേൻ്റെ 20 റുപ്യേൻ്റെ എണ്ണയൊക്കെ ചാടിയുണ്ടാവും. കുറേ ചാടിക്കണം. അപ്പോൾ അത് എവിടെയാണ് അതിൻ്റെ ഒരു ലോക്ക് എന്നറിയില്ലല്ലോ, എവിടെയാണത് കുടുങ്ങിയുള്ളതെന്ന് അറിയില്ല. അവരെ ആരെങ്കിലും വന്ന് ചാടി മിസ്സായി പോകണം. അപ്പോൾ ഒരു പറയണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോഴും ഇതേപോലെ തന്നെ കാട്ടണം എന്നുള്ളതാണ് ഒരു പറയണം. അപ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എന്താ കാട്ടണം അല്ലേ. ഇന്ന് ലോണാവാല പോയിട്ട് അവിടുത്തെ ഗുഹകളൊക്കെ ഒന്ന് കാണണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ എങ്കിൽ എല്ലാതും കാണാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ കരുതി. 5 മണിയാകുമ്പോൾ ക്ലോസ് ആവും. ഇത് ശരിയായിട്ടില്ലെങ്കിൽ എവിടേക്കും പോക്ക് നടക്കൂലോ. ഇപ്പോൾ റെഡി ആയില്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണം. ഇപ്പോൾ ഇതെന്താ പറയുന്നത്, എന്താ ചെയ്യുക നമ്മൾ റെഡി ആയില്ലെങ്കിൽ? ഇത് വേറെ ഇവിടെ ഒന്നും ഒരു ലീക്കില്ല കേട്ടോ. അവിടെ ഒന്നും ഒരു ലീക്കില്ല. വേറെ എവിടെ ഒരു ലീക്കും കാര്യം ഒന്നുമില്ല. സ്റ്റാർട്ടിങ് ഒക്കെ പക്കയാണ്. പക്ഷേങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പ്രശ്നമാണ് ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ അത്യാവശ്യം എണ്ണ 1 ലിറ്റർ എണ്ണ നമുക്ക് എടുക്കാം കേട്ടോ. 1 ലിറ്റർ എണ്ണ എടുത്ത് നോക്കാം. അങ്ങോട്ട് അരയായോ? ഒരായിക്കൊണ്ട് ആവാനായില്ലേ. 1/2 ലിറ്ററൊക്കെ എടുത്താൽ മതി എന്ന് അവർ പറഞ്ഞു. പക്ഷേ എങ്കിൽ നമ്മൾക്ക് കുറച്ച് തോനെ എടുത്ത് നോക്കാം അല്ലേ. ഇനി നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, തോനെ എടുത്ത് നോക്കാം. നമുക്ക് 1 ലിറ്റർ എടുത്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒഴിക്കാമല്ലോ നമുക്കിത്. എയർ കൂടി എനിക്കോ തോന്നുന്നുണ്ട്. എനക്കെന്താ തോന്നുന്നത്? എയർ കുടുങ്ങിയതാവട്ടെ അല്ലേ. പ്രശ്നമൊന്നും ആക്കട്ടെ. ഇതിമ്മ തീരണം. എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഓരോ യാത്രയിൽ ഓരോ തരത്തിലാണല്ലോ പണി കിട്ടുന്നത്. നോക്കത് ക്ലിയർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾക്കറിയാം. കാരണം ഇവിടെ ഒറ്റ ഡീസൽ വണ്ടിയില്ല, ഒക്കെ പെട്രോൾ, CNG, LPG, ഇലക്ട്രിക് ഇതൊക്കെയാണ് ഇവിടെയുള്ള വണ്ടികൾ. ഇവിടെ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ വണ്ടി ക്ലിയർ ആക്കും? ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടൊന്നും നമുക്ക് ക്ലിയർ ആക്കാൻ വണ്ടി കഴിയില്ല.
അവർ ചെയ്ത് തരൂല. പിന്നെ ഈ ഭാഷൻ്റെ പ്രശ്നം കാരണമൊക്കെ നമുക്ക് പരമാവധി റിക്വസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയെങ്കിലും ചെയ്തു തരും എന്നുള്ളതാണ്. എന്നാൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ പാർട്സ് കിട്ടൂല. മെയിനായിട്ട് അതാണ്, ഇതിൻ്റെ പാർട്സുകളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പം അത്തരം കേസുകളൊക്കെ ഉണ്ട്. എങ്ങനെ ഞങ്ങൾ തരണം ചെയ്യാറില്ല. ഇതിപ്പോൾ നിൽക്കുമോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയണം നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇത് ചെയ്യാത്തതിൻ്റെ കേടില്ലേ ഇല്ലയെന്നാണെങ്കിൽ ഇത് ശരിക്കും നമ്മളുടെ കയ്യിൽ സ്പാൻഡറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അയച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പൈപ്പ് ഊരിയാൽ മതി എന്നാൽ പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് എണ്ണ എടുക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കഴിയും എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേങ്കിൽ അത്ര സെറ്റപ്പ് നമ്മളത്തെ വീൽ സ്പാൻഡർ മാത്രമേ ഉള്ളൂ. ഞാൻ വീൽ സ്പാൻഡറും അതുപോലെ തന്നെ പിന്നെ 10 അതുപോലെ ചെറുകിട കേബിൾ മാറ്റാനുള്ള സ്പാൻഡറും കാര്യമൊക്കെ കയ്യിൽ കരുതുള്ളൂ. അത്രയും വലിയ പണി നമുക്ക് അറിയില്ല. അപ്പോൾ അത്തരം കേസിൻ്റെ ടൂൾസ് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. വെറുതെ അത് ആരെങ്കിലും കൊണ്ടുപോയാൽ പിന്നെ അത് പോയി അറിയേണ്ടത്. ഇനിയിപ്പോൾ ഇത് എന്താകും എന്നുള്ളതാണ് ടെൻഷനാണ് നമുക്കല്ലേ. മെയിനായിട്ട് ഒരു സമാധാനം കിട്ടും. ഓക്കെ, നമുക്ക് വെച്ച് നോക്കാം. എന്തായാലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് ദൂരം പോയി നോക്കിയാലോ. ടൈറ്റ് ആയിക്കോട്ടെ. ഇതോ ഈ പ്ലാന്റൊന്ന് ടൈറ്റാ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക്. അതായത് കുറച്ച് ദൂരം ഒന്ന് ഓടി നോക്കാം. ഇതിൽ മൂടിയിട്ടോ, ആ മൂടി എടുത്തിട്ടോ മതി. കയ്യിൻ്റെ റിലീസും കാര്യമൊക്കെ ഇല്ലല്ലോ ആയില്ലല്ലോ. 2 കിലോമീറ്റർ 5 മിനിറ്റ് ആയുള്ളപ്പോൾ ഓഫായിട്ട്, രണ്ടാമത് 5 മിനിറ്റ് ആയപ്പോഴേക്ക് വണ്ടി ഇവിടെ നിന്ന് ഓഫായി. ഇനി കുറച്ച് ദൂരം കൂടി പോയി നോക്കാം വൈക്ക് വെച്ച് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. കാരണം വണ്ടി ചൂടും കാര്യമൊന്നുമില്ല, കാരണം ഇപ്പം എടുത്തിട്ടുള്ളൂ അല്ലേ. പക്ഷേ ആ എണ്ണൻ്റെ വായിലേക്ക് വന്നപ്പോൾ അപ്പോഴേക്ക് ചൂടുണ്ട്. എൻ്റെ നാമക്കൊക്കെ തട്ടിയപ്പോഴേ. അതായതേ ഉപ്പുവോ? അതെ, ഗൈസ് ഉപ്പുവോ എല്ലാവരും കൂടെ അപ്പോൾ സ്റ്റാർട്ടാക്കി നോക്കുകയാണ്. സ്റ്റാർട്ടാക്കിക്കാരം എന്നിട്ട് കുറച്ച് ദൂരം നമുക്ക് പോയി നോക്കാം. ഈ റോഡ് എന്ന് പറയുന്നത് പൂനെ ടു മുംബൈ ഹൈവേ ആണിത്. പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഇവിടെ നിന്നാണ് ലോണാവാലയ്ക്ക് തിരിയേണ്ടത്. കുറച്ച് ദൂരം കൂടി നമുക്കൊരു 10 കിലോമീറ്റർ എന്താണ്ട് ഉണ്ടോ കറക്റ്റ് അറിയില്ല. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് ലോണാവാലയിൽ തന്നെ ബിർള കീവ് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതായത് ബുദ്ധമതത്തിൻ്റെ ബുദ്ധസ്ഥരുടെ ഒരു ടെമ്പിൾ പോലെ, അല്ലെങ്കിൽ അവിടെ ഗുഹ, ആ ഒരു ഗുഹ കാണാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നോക്കി നോക്കാം. സ്റ്റാർട്ടാക്കിയില്ല പിന്നെന്താ, തീർച്ചയായും ചേട്ടൻ. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ പോയി നോക്കാം. നമുക്ക് മട്ട അറിയാം റോഡിലെ കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ. തൽക്കാലം ഞങ്ങൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളപ്പം ഇങ്ങനെ പോരി എന്തെങ്കിലും തടവുണ്ടോ നോക്കാം നമുക്ക്. 1 കിലോമീറ്റർ നമുക്ക് പോകുന്നു കേട്ടോ. 1 കിലോമീറ്റർ പോന്നിട്ട് പ്രശ്നമൊന്നുമില്ല. വീണ്ടും ഓഫാകാൻ ചേട്ടാ വണ്ടി ഉണ്ടോ, സ്ലോ ആയി ഓഫാകുകയാണ്. ഓഫായി ഏതാണ്ട് 5 മിനിറ്റ് തന്നെ, 1.5 കിലോമീറ്റർ. വല്ലാത്ത പണിയാലോ. എന്തപ്പോൾ ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് കുറേ എടുത്ത് നോക്കിയാലോ. കുറേ എടുത്ത് നോക്കാം. ഇപ്പോൾ കുപ്പിയുണ്ടോ അവിടെ തന്നെ പോകുന്നില്ല? ഇനിയുണ്ടെങ്കിൽ ഇനി ചെയ്യാനാണ് പറഞ്ഞത് അവന്. ഇനിയുണ്ടെങ്കിൽ ഇനി ഇതേപോലെ വലിക്കുക. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ പോയി കിട്ടും എന്നാണ് പറയണത്. മാക്സിമം ചെയ്ത് നോക്കുക. മാക്സിമം ചെയ്തിട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഇനി യാത്ര തുടരാൻ പറ്റുമെന്നൊക്കെ അറിയണ്ട. ഇതിലൊക്കെ ഡീസലായി ഇതങ്ങനെ നിൽക്കില്ല കേട്ടോ. അത് പിടിക്കണം. ഞാൻ തൽക്കാലം വെച്ചേക്കാണ്, തുറക്കട്ടെ. അതായത് അതിൻ്റെ ചെറിയൊരു പീസ് അവിടെ പൊട്ടി കുടുങ്ങിയത്. ഇനി അതുകൊണ്ടാണാവോ ഇതവിടെ ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ ഇതവിടെ നിന്നിട്ട് വെച്ച് കിട്ടുന്നുണ്ട്. കൈകളൊക്കെ കുറച്ചേ വരുള്ളൂ. വേണ്ട എന്നിട്ട് എത്ര കൈ
അപ്പോൾ അത്രയില്ലേ അത്ര തന്നെ വരുള്ളൂ നോക്കാൻ പോലെ വരും. വല്ലാത്തൊരു കഷ്ടമൊക്കെ. നമ്മൾക്ക് കഴിഞ്ഞ യാത്രയിലൊന്നും ഇതുപോലത്തെ വണ്ടി മേലൊരു പ്രശ്നം നമുക്ക് വന്നില്ലല്ലേ. ഫണ്ടിങ് ഇഷ്യൂ ഉണ്ടായെങ്കിൽ വണ്ടി മേലെ പ്രശ്നം വന്നില്ല. വണ്ടി തള്ളിയെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വണ്ടി തള്ളി സ്റ്റാർട്ടാക്കിയാലും അവിടെ എവിടെ നമുക്ക് നിൽക്കാതെ ആളിയാൻ പോകുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഫസ്റ്റത്തെ മാത്രമേ ഉള്ളൂ. ആ തുടക്കത്തിൽ തള്ളുമ്പേ മാത്രം ഉണ്ടായിട്ടുള്ളൂ പ്രശ്നം. രാവിലത്തെ എടുക്കൽ മാത്രം. അതെ, മറ്റൊക്കെ തണുത്തിക്കല്ലേ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം നമുക്ക് വലിയ രീതിയിലുള്ളൊരു പണി കിട്ടിയ പോലെ എനിക്ക് ഫീൽ ആവണത്. കാരണം ശരിയാവും എന്തോ ഒന്നും അറിയില്ല. അതായത് ഈ കുപ്പിയിലും തന്നെ ഏകദേശം ഫുള്ളാവാനായി. ഇപ്പോൾ അതിലെ അതും ഫുള്ളാവാനായി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ മീറ്റർ നോക്കുമ്പോൾ സൂചി താന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന എണ്ണല്ലേ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വീണ്ടും ടയറിൻ്റെ പ്രശ്നം വരും. നമ്മൾ ക്ലിയർ ആക്കുമ്പോൾ വീണ്ടും ടയറിൻ്റെ പ്രശ്നം വരും. കുപ്പിയിലെ എണ്ണ ആയിക്കൊഴിക്കാം. കുപ്പിയായിട്ട് ഇത് കൊഴിക്കാൻ കുറച്ച് പാടാം. ഓക്കെ, ഈ ടോപ്പ് മറന്നാൽ പിന്നെ ഇത് കിട്ടൂല കേട്ടോ. ഇവിടെ ഈ വണ്ടിൻ്റെ ഒരു സാധനം കിട്ടൂല ഇവിടെ. അതാണ് ഇവിടുത്തെ നമുക്കുള്ള ടെൻഷൻ, പേടി അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യണം എന്ന് തന്നെയാണ്. മുന്നോട്ട് തന്നെ പോകണം. പരമാവധി ഞങ്ങളെ കൊണ്ട് വെക്കണമാതിരി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾക്ക് അറിയണമാതിരി വർക്ക്ഷോപ്പുകളൊക്കെ ചോദിച്ച് എങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പാർട്സ് കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഇതിൻ്റെ പണി ഇവിടുത്തെ ആളുകൾ വല്ലാതെ എടുക്കുകയില്ല. ഭാഷ അറിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇന്ത്യയൊക്കെ തോടല്ലേ, തോടമ്മലൊക്കെ തിരിച്ച് നിൽക്കുവാണ്. എല്ലാവരും നോക്കുക അല്ലേ. വാർത്ത വിശ്വാസം നമ്മൾ തളരരുത്. കാരണം നമ്മൾ പറ്റപ്പോയി തളർന്ന പിന്നെ പറ്റപ്പോയി. കാരണം ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒരു യാത്രയാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. തീർച്ചയായും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാം. ഇതൊക്കെ നമുക്കൊരു പഠനം കൂടിയാണ്. ഇത്തരത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഇതും കൂടി ഒരു പഠനമാണ് അല്ലേ. ഇതൊക്കെ ഒരു വളരെ വലിയൊരു അനുഭവമാണിത്. കാരണം ഇതുവരെ യാത്രയിൽ ഇങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായില്ല. ഇതൊരു വലിയൊരു അനുഭവമാണ്. ഈ അനുഭവം ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഇപ്പോൾ ഈ എയർ കുടുങ്ങിയ ഈ ഒരു കേസ് ഉണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ട് ഈ പൈപ്പ് വരി ഇങ്ങനെ ആക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് എൻ്റെ വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അത് പഠിക്കാനായി, കുക്കിനും പഠിക്കാനായി. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് അതുകൊണ്ട് പഠിച്ചു. ഇനി എന്തൊക്കെയാണുള്ളതെന്നുള്ളത് വൈക്ക് ഓരോന്ന് പഠിക്കും. അതിനെ വല്ലതും ഇരിക്കാം, നല്ല വരിയാണ്ട് ചിക്കൻ വെച്ചതാണ്. എന്ത് ചക്കൻ കേട്ടോ. ഏതായാലും ഈ ഒരു കുപ്പിയും കൂടിയും ഫുള്ളാവാനാണ്, ഇത്ര ആണ്. അപ്പോൾ ഇനി ആ പൈപ്പ് വെച്ച് നോക്കാം. നോക്കുക, അപ്പടി പൈപ്പ് വെച്ച് നോക്കാം. കിട്ടൂട്ടാ. ഇതിനകത്തേക്ക് കയറ്റാൻ കുറച്ച് പണിയാവും. കാരണം ആ തല പൊട്ടിയതല്ലേ. അല്ലേ, ഇത് തലേ പൊട്ടിയതാണ്. അതിന് ഇടാൻ കുറച്ച് പണിയാ. അതായത് ഇത് തല മുറിഞ്ഞത് കൊണ്ട് ഇതിപ്പോൾ കയറണില്ല. കയറില്ല. ഞാൻ സ്ക്രൂ ഡ്രൈവറെ നിർക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ ഈ വട്ടൊന്ന് വലുതായി കിട്ടാനേ ഞാൻ മറ്റേ സ്ക്രൂ ഡ്രൈവർ എടുക്കട്ടെ. അതായത് ഈ സ്ക്രൂ ഡ്രൈവർ ആകുമ്പോഴേ ഇത് സ്റ്റാറല്ല, കുറച്ചുകൂടി വട്ടം വലുതാവും. കേട്ടാ, ഒന്നട ലൂസായാൽ മതി, പിന്നീട് കയറിക്കോളും. അത് വലുതാണല്ലേ, ഒന്നട ലൂസാകണ്ട കേടുള്ളൂ. ഓക്കെ നീ കയറി കയറുന്നുണ്ട് കേട്ടോ മക്കളെ. കയറണ്ട് കയ്യുമ്മലൊക്കെ ആകെ രണ്ട് കൈ ഇടാനും പറ്റില്ലല്ലോ. ഒരു തെമ്പ് കയറി ഫസ്റ്റ്. ആദ്യം ഇവനൊക്കെ ഇവിടുന്ന് ഒഴിവാകട്ടെ, അവനൊക്കെ പിന്നെ കൊണ്ടുവന്ന് വെക്കാടുക്കും.
കയറുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഒന്നും കൂടി തുള ലൂസാകണം. ഒന്നുകൂടി തുള ഒന്ന് ലൂസാക്കണം. ലാസ്റ്റ് പൈപ്പ് ഒന്നിനും പറ്റാത്ത അവസ്ഥയ്ക്ക് പോകുമോ? ഇല്ലല്ല. കേറണ്ട്. അമ്മ അയ്യോ പൈപ്പ് കുറച്ചൊരു ഇത്ര കയറിയുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, കുറച്ചുകൂടി ഇറങ്ങണം. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റിന്റെ താഴത്തേക്ക് കുറച്ച് ഇറങ്ങിയാൽ ഇത് ടൈറ്റ് ഇക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യമായി ടൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ടൂൾസായിട്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കുപ്പി 2 കൂടി എടുക്കല്ലേ? കുപ്പി അത് മതി, ഭക്ഷണം മതി. കാരണം നമുക്ക് അയക്കാൻ ഒഴിച്ചിട്ട് പിന്നെയും ഇതിക്കന്നെ ഒഴിക്കല്ലേ. അപ്പോൾ അതുകൊണ്ടത് മതിയോ? കയ്യൊക്കെ മുട്ടുംകാലം കുത്തിയിട്ട് മുട്ടുംകാലിൻ്റെ ചടിയായി, കയ്യൊക്കെ ആകെ ഇറക്കായി. ഇനി ഒന്നുകൂടി കുറച്ച് ദൂരം കൂടി പോയി നോക്കാം. അപ്പം നമുക്കറിയാൻ പറ്റും എന്താണ് ഇനി ഇതേപോലെ ചെയ്യണമെങ്കിൽ ഇനി ചെയ്യേണ്ടി വരും. കാരണം വേറെ ഓപ്ഷൻ ഇല്ല നമുക്കിതിൽ. വേറൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത് ഞാൻ പറഞ്ഞ പൈപ്പില്ല, ആ പൈപ്പ് കഴിക്കണം. അതിൽ സ്പാൻഡർ നമ്മളെ കയ്യില്ല, വലുതല്ല, വലിയ സ്പാൻഡറുമാണ് നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ സംഭവം സ്റ്റാർട്ടായിക്കണ്. ഇനി കുറച്ച് ദൂരം പോയി നോക്കാം. 4:10 വണ്ടി എടുക്കുന്നത്. ഇത് പിന്നെയും ഓഫാകുന്ന കേട്ടോ, പിന്നെയും ഓഫാകുന്നതാണ്. മൂവായി വണ്ടി മൂവായി. ഇവിടേക്ക് ഇങ്ങനെ സ്ലോ ഓഫാക്കണേ അവിടെ ഓഫാകട്ടെ ഇല്ലാണ്ട് കയറും. പക്ഷെ വണ്ടി പെട്ടെന്ന് മൂവായി. ഇനി എത്ര ദൂരം പോകും നോക്കാം. ഓഫാകണം. അതായത് ഔങ്ങി ഓഫായി വണ്ടി ഓഫായി. ഇവിടെ കയറ്റത്തെ നമുക്ക് വർക്ക്ഷോപ്പൊക്കെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. 2 പ്രാവശ്യം കാട്ടി നോക്കൊന്ന് പറഞ്ഞു നോക്കാം. അറിയാലോ സംഭവം ബിസിയാണോ, കോൾ എടുക്കണല്ലോ. എന്താ വെച്ചാലേ നമ്മളിപ്പോൾ അവിടുന്ന് ആകെ ഒരു 1/2 കിലോമീറ്ററൊക്കെ പോന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ഊറ്റിയില്ലേ, അവിടുന്ന് ആകെ 1/2 കിലോമീറ്റർ പോകണ്ടാവുള്ളൂ. ഇനി ഇതന്നെ പരിപാടി ഇനി അത് ചെയ്ത് നോക്കുക. അല്ലാതെ വേറൊരു ഓപ്ഷനോ എന്നോട് പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഊറ്റുക അല്ലേ? ഒന്നുകൂടി 1 more. അതായത് 3ാമത്തെ പ്രാവശ്യം സംഭവം കുപ്പി ഫുള്ളായിട്ടുണ്ട്. അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ചെയ്യാനുള്ള ഇപ്പോൾ ഞാൻ തന്നെയാണ് ഫസ്റ്റ് കാണിച്ചു തന്ന പോലെ തന്നെ ചെയ്യാനുള്ളൂ. എത്ര വട്ടം ചെയ്താൽ അത് ക്ലിയർ ആവുമെന്ന് അറിയില്ല. എത്ര വട്ടം ചെയ്താൽ ക്ലിയർ ആയാലും വേണ്ടില്ല, നമുക്കിത് ചെയ്തേ പറ്റൂ, ഇത് ക്ലിയർ ആക്കിയേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം. മുന്നോട്ട് പോകുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗമല്ല. എന്താ പ്രശ്നം കണ്ടുപിടിച്ച് ആ പ്രശ്നത്തെ തീർക്കണം, അല്ലാതെ പിന്തിരിയാൻ ഇപ്പോൾ താല്പര്യമല്ല. കാരണം അത് എന്താണ് നമുക്ക് മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് ആ ഇതിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കാം. പരമാവധി എന്നുള്ളൊരു വാക്ക് ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം നമ്മളെക്കൊണ്ട് പറ്റാത്തൊന്നുമില്ലല്ലോ. പിന്നെ അതിലവിടെ പരമാവധി. അപ്പോൾ ഓക്കെ, ഇത് ഒന്നുകൂടി നോക്കി നോക്കാം. കുക്കോ ഇത് ഒന്നുകൂടി കണക്റ്റ് ആക്കി നോക്കട്ടെ ഞാൻ, എന്നിട്ട് നമുക്കൊന്നുകൂടി സ്റ്റാർട്ടാക്കി പോയോക്കല്ലേ. സ്റ്റാർട്ടാകണമില്ലേ പോകാതെ സ്റ്റാർട്ടാവുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഒന്നും യാതൊരുവിധ പ്രശ്നമല്ല. അതെനിക്ക് പവറുണ്ട്. ഞാൻ 32 ഏകദേശം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റോളം ഒരു കുപ്പി നിറയാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുപ്പി നിറയാൻ വേണ്ടിയിട്ട്, ഡീസൽ നിറയാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് എടുക്കണം. സർവീസ് റോഡ് പോകാം. കാരണം എന്താ വെച്ചാൽ ഹൈവേയിൽ ഇവിടെ കൂടി കഴിഞ്ഞാൽ പണി കിട്ടും. സംഭവം എന്താ വെച്ചാൽ കയറ്റം വരുമ്പോൾ ഔങ്ങുന്നുണ്ട് വണ്ടി. ഒന്ന് ഔങ്ങി ലോറിൻ്റെ മുന്നിൽ കിട്ടിയാൽ മതിയായിരുന്നു. അതായത് ക്ലച്ച് ഔട്ടി കഴിഞ്ഞാൽ റൈസിങ് കിട്ടുന്നുണ്ട്. മുമ്പായി കഴിഞ്ഞാൽ ഓഫായി പരിപാടി തീർന്നു. ഈശ്വര, എത്ര വട്ടം ചെയ്യണമല്ല. വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് സബ്വേ ഇറങ്ങിയാൽ അവിടെ എവിടെ ഉണ്ട് വർക്ക്ഷോപ്പ് എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ 4ാമത്തെ പ്രാവശ്യം ചെയ്തു.
ഒരു രക്ഷയല്ലേ? കുക്കൊക്കെ വിയർത്തോ? വെള്ളം ചാടിയാ? ആ ഇതിലൊക്കെ ആകെ ചെളിയായി. അപ്പൊ എന്താ വെച്ചാല് ചളി നോക്കണ്ട. അതെ അതെ, നമ്മൾക്ക് 19 സ്പാൻഡർ ഇട്ടോ റിങ്. അപ്പം അത് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോകണം. ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടായിട്ട് കിട്ടണില്ല. ഇനിയും അതേപോലെ കുപ്പിക്ക് ആക്കണം. എന്നാൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ ഒന്നും പോകണില്ല. ഇവിടെ 1.5 കിലോമീറ്റർ നടന്നു പോകണം. അപ്പോൾ കുക്കുവെച്ച് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുക. ഞാൻ അവിടെ പോയിട്ട് അത് വാങ്ങിയിട്ട് വരാം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചാവി ഉണ്ടാവുമേ ജിക്ക് എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. 1.5 കിലോമീറ്റർ ഇവിടെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എവിടേക്കും എത്തൂല. ഇനി അവിടെ പോയിട്ട് 1.5 കിലോമീറ്റർ ഇത് അങ്ങോട്ട് ബാക്കിൽ കിടക്കണം. ബാക്കിൽ നടന്ന് 19 ഒരു റിങ് സ്പാൻഡർ വാങ്ങിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എന്താവുമെന്ന് അറിയില്ലല്ലോ. അതായത് ഹൈവേന്ന് കയറിയിട്ടുള്ള റോഡാണത്. സത്യം പറഞ്ഞത് എവിടേക്ക ഒരു വില്ലേജിലേക്കാണോ? നടന്ന് മാപ്പ് നോക്കി നടന്ന് പോവുകയാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ കിട്ടിയാൽ മതി എന്നത്. ഞാനിതാട്ടെ ഷോപ്പ്. നമ്മളിവിടെയാണോ വരേണ്ടത്? രാജ ഇലക്ട്രോണിക് ഹാർഡ്വെയർസാണ്, ഇലക്ട്രോണിക്സ്. കാക്കാൻ്റെ ഷോപ്പിൽ സാധനം ഉണ്ട് കേട്ടോ. കാക്ക തരാറുണ്ട്. 80-90 ആണ് നമുക്ക് വേണ്ടത്. ഇനി വേറെ എന്തെങ്കിലും വേണ്ടി വരുമോ? വേറെ ഒന്നും വേണ്ടി വരില്ല എന്നാണ് കരുതുന്നത്. കാരണം ഇതന്നെ ഇവിടേക്കാണ് നടന്നത് പറഞ്ഞാൽ ഇതൊരു വില്ലേജ് വൈബ് ഏരിയയാണ്. വില്ലേജ് വൈബ് റോഡാണ്. അതിലൂടെ നടന്നു വന്നത്. കുക്കോട് ഒറ്റയ്ക്കാണ്. ഇവിടുത്തെ സാധനം വാങ്ങി വേഗം പോകണം. സുബിക്ക് നാട്ടിൽ വർക്ക്ഷോപ്പുകാർക്ക് വീഡിയോ കോൾ ചെയ്യണം. വീഡിയോ കോൾ ചെയ്താലേ ക്ലിയർ ആക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഏതായാലും ഇതൊക്കെ നല്ലൊരു അനുഭവമാണ് അല്ലേ? ഒരു പുതിയൊരു അനുഭവം അല്ലേ? ഒക്കെ ശരിയാവുന്നു. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. കാക്കാ കാക്കാ कितना है? 80 रुपये കൊടുത്തു സാധനത്തിന്. ഗൂഗിൾ പേ ഒക്കെ. ഓ കുക്ക് അവിടെ കാത്തിരിക്കണം. ഞാനേ നാട്ടിൽ വിളിച്ചപ്പോൾ നമ്മളെ സുബിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിക്കാമെന്ന് പറയണം. വിളിച്ചിട്ട് നമ്മൾക്ക് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾ പൂനെയിലാണ്. ഇത് പൂന. ഇത് മുംബൈയിലേക്ക് പോണ വഴിയാണ്. അവിടെ നിർത്തിയേക്കാണ്. എന്താ ചെയ്യണ്ടേ? കാശുണ്ടോ? നമ്മൾക്ക് ഉണ്ണിയേട്ടൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. ഇതാ 19 ഇത് മോൾക്ക് ലൂസാക്ക. മോനോ ഗായ്സ്, ഇത് ഭയങ്കര പവറാണല്ലോ. അല്ല ഇത് മോൾക്ക് തന്നെയാണോ ലൂസാക്കേണ്ടത്? മേലക്ക് പൊന്തിക്ക് തന്നെയാണോ വേണ്ടത്? മോൾക്ക് പൊന്തിച്ചിട്ട് ലൂസ് ആവണില്ലല്ലോ. ഓക്കെ ഓക്കെ. കൈ കൊണ്ട് അങ്ങനെ തട്ടാനാണ് പറയണത് അല്ലേ? വരട്ടോ. ഇവിടെ തട്ടിട്ടമ്മ ഇതോ അടിക്കോ? ഇപ്പം കയറി ലൂസായി. ഇത് ഇത് ഊര് ഇതല്ലേ? ഊര് ഈ ഡീസലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് ഇവിടെ കളയാ കുറച്ച്.
പൊന്തല്ലേ? അതായത് ഇവിടെ ഡീസൽ കളയുമ്പോ ഇവിടെ പൊന്തും. എന്നാ കുറിച്ച വന്നു പൈപ്പൊക്കെ. ഈ പൈപ്പ് വെക്കേ, ഇത് കാണിച്ചു കൊടുത്ത ഈ പൈപ്പ് വെക്കേ. ഇത് വേണ്ട, ഇതൊരു പൈപ്പിടാ ആട്ടു. ഇനി എന്താ വേണ്ടേ? ഇത് കഴിച്ചോക്കെ. വരുന്നുണ്ട്. ഓക്കെ ഓക്കെയോ? ഓ താങ്ക് യു ഹബീബി, താങ്ക് യു. സന്തോഷമായി. ശ്വാസം മുട്ടി നിൽക്കുക തന്നെ ഞങ്ങള്. ആ നേരത്താണ് നിങ്ങള്. ഓക്കെ താങ്ക് യു. ഓ ഉണ്ണിയേട്ടൻ കഴിച്ചു. ഉണ്ണിയേട്ടൻ നമുക്കിത് ക്ലിയർ ആക്കി തോന്നല്ലോ. ഞാൻ നോക്കട്ടെ. ഓക്കെ, അതായത് ഇനി അത് ടൈറ്റ് ആക്കണം ശരിക്ക്. ഇത് കണ്ടെങ്കിൽ ഇതൊക്കെ നോക്കാം കുക്കും ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് എണ്ണ. ഇതിലൊക്കെ നമ്മുടെ ഡീസൽ ഫുള്ള് പോയി. ഇത് കണ്ട, ഇതിലൊക്കെ ഫുള്ള് പോയി. അടിയൊക്കെ നോക്കാം. ഇതൊക്കെ നോക്കാം. ഇതൊക്കെ ഡീസലാ. ഇത് ഡീസലാ. ഇതിൻ്റെ മുട്ടും കാലും നോക്കാം. ഇത് ഡീസലാ. ഇതിൻ്റെ കജ്ജും കൂടെ നോക്കാം. ഇതൊക്കെ ഡീസലാ, കംപ്ലീറ്റ് ഡീസലാ. ഞാൻ ഫോണിൽ നിർത്തി വെക്ക്. ഞാനിതോട് ഫുൾ ടൈറ്റ് ആക്കട്ടെ. കേട്ടോ, സംഭവം ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡീസൽ വണ്ടിയിൽ ഇതേപോലെ പഴയ മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ കാട്ടിയാൽ മതി. പക്ഷേ എങ്കിൽ മനസ്സിലായില്ല പറയാനില്ല. നമുക്ക് ഏറെ കുടുങ്ങിയ വിഷയം അതുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് അതിൽ ഫസ്റ്റ് എണ്ണ പൊന്താഞ്ഞത്. ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുക. സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് ദൂരം ഓടി വെക്കുക. എണ്ണ നമ്മുടെ തിന്നുണ്ട്. ആ എണ്ണയിൽ പോയിക്കണം. ആ എണ്ണ കയ്യിൽ വെച്ചിട്ട് കാലും കൂടെ മുട്ടും കൂടെ ഒക്കെ ആകെ ഡീസലായി. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഇനി ലോണാവാലൊന്നും പോയിട്ട് വരില്ല. കാർല കിഡ്സ് അവിടേക്ക് നമ്മൾ പോകാൻ വേണ്ടി കരുതിയിരുന്നത്. പക്ഷേങ്കിൽ അവിടേക്ക് ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ പോയിട്ട് കാര്യമില്ല. നമുക്ക് നാളെ കയറാതെ നാളെ പോവാം. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കിയാലോ ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തിയേക്കുന്നുണ്ട്. അതിലിതിങ്ങനെ കണ്ടിട്ട് ഒരുത്തം വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം. ഹിന്ദിയിലാണ്. ഞാൻ അതേപോലെയാണ് പറഞ്ഞു കൊടുത്തത്. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. കാരണം അവിടെ ഗ്യാരേജ് ഉണ്ട് പറഞ്ഞു. ഹിന്ദു മുസ്ലിം ഗ്യാരേജ്, ഏത് ഗ്യാരേജാണ് വേണ്ടത്? എത്ര ഓനോട് പറയുക. ഏതോ ഓനൊക്കെ ഇവിടുത്തൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ഗ്യാരേജാണോ വേണ്ടത്? നമ്മൾ സാധനം സ്റ്റാർട്ടായിക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം റണ്ണായോ നോക്കുക. കുറച്ച് നേരം പോയി നോക്കാം. കുറച്ച് ദൂരം പോയാൽ എന്താവും സ്ഥിതിഗതി എന്നൊന്ന് നോക്കുക. ഒരു 3-4 കിലോമീറ്റർ ഓടിയപ്പോൾ യാതൊരു പ്രശ്നമല്ല. അപ്പോൾ ഓക്കെ അല്ലേ? ജി ഹാപ്പി ആയില്ലേ? കണ്ണും മുറൊക്കെ തെളിയിച്ച് നോക്കുക. പേടിച്ചല്ലേ? ഒക്കെ ശരിയാവും. അപ്പോൾ ഈ ഒരു പ്രിൻസ് ധാബ എന്ന് പറഞ്ഞാൽ വെജ് ആൻഡ് നോൺ വെജ് ഇവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ കാണാനുള്ള പ്ലേസുകൾ. ഇതൊക്കെ എവിടെയാണ് ട്രക്കിങ്? മോനെ ട്രക്കിങ് കംപ്ലീറ്റ് സംഭവം എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ നമ്മൾ ലിസ്റ്റിലുള്ള പ്ലേസാണ്. ഇതൊക്കെ നമ്മൾ ലിസ്റ്റിലുണ്ട്. ഇതുണ്ട്. പിന്നെ ഈ ട്രക്കിങ് ഇത് ഇനി ഹരിയർ ഫോർട്ട് ആണെങ്കിൽ അതുണ്ട് കേട്ടോ, ലിസ്റ്റിലുണ്ട്. പിന്നെ ഏതൊക്കെ ലിസ്റ്റിലുള്ളത് എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇതിൽ ഏതൊക്കെ ഉള്ളതെന്നൊന്നും അറിയില്ല. അവിടെ ലിസ്റ്റിലുള്ള ഇനി വേറെ ഇതിലൊക്കെ ഫോട്ടോ കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല. പിന്നെ ആ സൈഡിലുള്ള ഈ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ അത്രയും നമ്മൾ ലിസ്റ്റിലുണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ രാവിലെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6 മണി ആവണുള്ളൂ. നമ്മൾക്കിന്ന് വയ്യ. ഇപ്പോൾ ക്ഷീണിച്ച് മൊത്തത്തിൽ ആദ്യം ഒന്ന് സാഡായി, മനസ്സൊക്കെ ഒന്ന് ഇടങ്ങാറായി. പിന്നെ ഇതിൻ്റെ പണിയും കാര്യമൊക്കെ എടുത്ത് കൈ ഒന്ന് തട്ടിയിട്ട് ഇവിടെ വേദന ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇനി അവിടെ ആ ഒരു മൂലൊക്കെ അവിടെ എവിടെയെങ്കിലൊക്കെ ഒഴിച്ചു കൊണ്ടുപോയി സൈഡാക്കിയിട്ട് സുഖമായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇതിപ്പോൾ അപ്പോൾ ഓക്കെ അങ്ങനാട്ടാ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത് നല്ല നല്ല വീഡിയോകളായിരിക്കും. നമ്മൾ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. മാക്സിമം എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല.
പറ്റുന്ന അത്രയും നമ്മൾ കയറാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഓട്ടം ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ, അതായത് ഒരുപാട് ഹൈറ്റുള്ള ഏരിയയിൽ കൂടെ, ഒരുപാട് തണുപ്പുള്ള ഏരിയകളിലൂടെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ അത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയകളൊന്നും പോകില്ല. അല്ലാത്ത ഏരിയകളൊക്കെ നമ്മൾ പോകും. ഓക്കെ, ഓക്കെ ഒറ്റ ചിരിച്ച് ചാടി കളിച്ച് നിൽക്കുമോ? ഓക്കെ ഓക്കെ.